ഹായ്. അപ്പോൾ ഇത് നമ്മളുടെ ചെണ്ടുമല്ലി പൂത്തതാണ്. അപ്പോൾ പുതിയ വീഡിയോ കുറച്ചായിട്ട് മമ്മിയുടെ വീഡിയോസല്ലേ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയിൽ ഇതാണ് ഉരുളക്കിഴങ്ങ് ചെടി. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് ചെടിയുടെയാണ് ഇന്ന് ആദ്യത്തെ അപ്ഡേറ്റ്. ഉരുളക്കിഴങ്ങ് ചെടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാനത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. ഉരുളക്കിഴങ്ങ് നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉരുളക്കിഴങ്ങ് മുളച്ച് അത് ഉണ്ടെങ്കിൽ ഞാനിതേപോലെ മണ്ണിൻ്റെ അടിയിൽ നട്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെ അത് ചിലപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ചങ്ങോട്ട് മുകളിലേക്ക് ഉരുളക്കിഴങ്ങ് പൊന്തി വന്നപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് എത്ര കിഴങ്ങുണ്ടെന്ന് അറിയാനായിട്ട്, വലുതായത്. അപ്പോൾ അത് 2 എണ്ണം കിട്ടി. ആദ്യം ഞാൻ കിട്ടിയത് അത് മുകളിലേക്ക് പൊന്തി വരാൻ പാടില്ല ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് പച്ച കളറായി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ കിട്ടി എനിക്ക് ഉരുളക്കിഴങ്ങ്. പിന്നെ അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഈ തണ്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ, ആ തണ്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് കയറ്റിയിടണം. കൂമ്പാരം കൂട്ടിയിടണം. ശരിക്കും മണ്ണിലാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലായ കാരണം മണ്ണിങ്ങനെ കൂമ്പാരം പോലെ കയറ്റിയിടണം ശരിക്കും. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പറിച്ചെടുത്താലും പിന്നെയും ഉണ്ടാവും. അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ്. ആ ചെടി ഉണങ്ങുന്ന വരെ നമുക്ക് അങ്ങനെ നിർത്തിയിട്ട് എടുക്കാം. ആവശ്യത്തിനുള്ള കിഴങ്ങ് പറിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലിപ്പമായതുകൊണ്ട് ഞാനപ്പോൾ ഇതിൽ നിന്ന് പറിച്ചെടുത്തു. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് കിട്ടി ഈ ഉരുളക്കിഴങ്ങ് ചെടി വന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയുണ്ട്. ഞാൻ ഈ മുളച്ച് വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് മണ്ണിൻ്റെ അടിയിൽ നമ്മൾ വെറുതെ ഒന്ന് കുത്തിയിട്ടാൽ മതി, ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അത്രയും ഈസിയാണ് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ 3 കിഴങ്ങ് കിട്ടി. ഇനി ഉണ്ടോയെന്ന് ഞാൻ നോക്കുകയാണ്. ഇനി ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണ് പൊത്തി വെക്കണം. ഇവിടേക്ക് മുകളിലേക്ക് ഇങ്ങനെ മണ്ണ് പൊത്തി വെക്കണം. അപ്പോൾ അവിടെയൊക്കെ ഇനി കിഴങ്ങ് പുതിയ നോഡിൽ കിഴങ്ങ് വരും. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഡീസൻറ്റ് സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങ് ചെടിയിൽ നിന്ന് കിട്ടി. അപ്പോൾ ചെടി ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കിഴങ്ങുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് മണ്ണ് പൊത്തി വയ്ക്കാൻ പോകും. ഇത് അതേപോലെ വേറൊരു ചെറിയ കിച്ചൺ സ്ക്രാപ്പ് വീണിട്ട് ഉണ്ടായ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. പിന്നെയും ഇതുമെന്ന് പൊന്തി വന്നു കിഴങ്ങ്. അത് മണ്ണ് നമ്മളിങ്ങനെ കൂമ്പാരം കൂട്ടിയിടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഇത്തിരി കുറവുണ്ട് ഇവിടെ. മണ്ണിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കൂമ്പാരം കൂട്ടി ഇടാം. അപ്പോൾ ഇതും ഇതേപോലെ ചെറുതായി പച്ച കളറായപ്പോഴാണ് നമ്മളിപ്പോൾ പറിച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ മണ്ണ് ആ തണ്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിടണം നമ്മൾ. അപ്പോൾ ആ തണ്ടിൽ നിന്നൊക്കെ ഓരോരോ നോഡ് ആയിട്ട് വന്നിട്ട് അതുമ്പോഴൊക്കെ കിഴങ്ങുണ്ടാവും. വളരെ ഈസിയാണ്. പൊതുവേ നമ്മുടെ നാട്ടിലൊന്നും ഉരുളക്കിഴങ്ങ് അങ്ങനെ ആരും നട്ട് കണ്ടിട്ടില്ല. പക്ഷേ ആക്ച്വലി അത് വളരെ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ ആ മുള വരുന്ന ആ ഭാഗം ജസ്റ്റ് ചെത്തിയിട്ടാൽ തന്നെ ഉണ്ടാവും. ഇനി അടുത്തത് ഞാനിപ്പോൾ റെഡ് ക്യാബേജ്, ഈ കാണുന്ന റെഡ് ക്യാബേജ് നട്ടിട്ടുണ്ട്. പുതിയതായിട്ട് ഇപ്പോൾ ഈ സീസണിൽ നട്ടിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ നട്ടത് സീഡിങ് പോട്ടിലാണ് നട്ടത്. സീഡിങ് പോട്ടിൽ ഒരു 3-4 വിത്ത് ഇട്ടു. അപ്പോൾ 3-4 വിത്ത് ഇട്ടപ്പോൾ ആദ്യം ഒരു ട്രയൽ നോക്കണം. ഞാൻ ഇതുവരെയും ക്യാബേജ് നട്ടിട്ടില്ല. അപ്പോൾ ട്രയൽ നോക്കിയപ്പോൾ ഇട്ട വിത്തുകളൊക്കെ മുളച്ച് ഒരു 2 ഇല കഴിഞ്ഞപ്പോൾ 3-ാമത്തെ 4-ാമത്തെ ഇല വരാൻ തുടങ്ങിയപ്പോൾ ഞാനത് പറിച്ച് വലിയ ഇതിലേക്ക് നട്ടിട്ടുണ്ട്. ഇത് അഗ്രിമാക്സ് ഗ്രൂപ്പ് SLൻ്റെ ഇത് UAE അവൈലബിൾ ആയിട്ടുള്ള പാക്കാണ്. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ബാഴ്സലോണ അതാണ്. അപ്പോൾ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഇത് UAE നമുക്ക് ഇത് അവൈലബിളാണ്. അപ്പോൾ ഇതിൽ ഒരു 95% ജെർമിനേഷൻ റേറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഞാൻ 4 വിത്ത് ഇട്ടതിൽ 3 മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിത്ത് പറയാൻ പറ്റില്ല, വല്ല കിളി കൊത്തിക്കൊണ്ടുപോയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം സീഡിങ് പോട്ടിൽ നട്ടു. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോൻ്റെ പിന്നിൽ എത്ര വളർച്ച എത്തിയിട്ടുണ്ടെന്നുള്ളത്. 2 ആഴ്ച കഴിഞ്ഞു ഇപ്പോൾ ചെടി. പിന്നെ ഇപ്പം ഞാൻ നേരിട്ട് വലിയ ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത് ഫസ്റ്റായിട്ട് ട്രയൽ ചെയ്തത് ആദ്യം സീഡിങ് പോട്ടിൽ വിത്ത് നട്ടു. മുളച്ച് ഒരു വിത്തിൻ 1 വീക്ക് മുളച്ച് 2 ഇല കഴിഞ്ഞപ്പോൾ ഞാനത് പറിച്ച് വലിയ ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രയായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്യാബേജ്, കണ്ടില്ലേ? ഇത്രയും ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ ചെടിക്ക്. 2 ആഴ്ച ആയപ്പോഴത്തേനും ഇത്രയും വളർച്ചയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വളർച്ച ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനി നമ്മുടെ അടുത്ത ചെടികളുടെ അപ്ഡേറ്റ് ഇതിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇത് കോണാണ്. കോൺ ആക്ച്വലി കോൺ ഓൺ ദി കോബ് നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിച്ചത് ഇട്ടപ്പോൾ മുളച്ചതാണ്. പിന്നെ നമ്മുടെ പൊമഗ്രാനറ്റ് ചെടിയുമോ 4 പൊമഗ്രാനറ്റും അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. മൂത്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. കണ്ടില്ലേ പൊമഗ്രാനറ്റ്? അപ്പോൾ അത് ആദ്യമായിട്ടാണല്ലോ നമുക്ക് കായ ഉണ്ടാവുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല മുഴുപ്പൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഏകദേശം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊമഗ്രാനറ്റിൻ്റെ ഏകദേശം അത്രയൊക്കെ തന്നെ വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ള പൂക്കളൊന്നും പിടിച്ചിട്ടില്ല, കായായിട്ടില്ല. പിന്നെ ക്യാരറ്റ്, തക്കാളി അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ചെണ്ടുമല്ലി ഞാൻ ഇടയിലിടയിൽ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ക്യാരറ്റൊക്കെ കണ്ടില്ല, നന്നായിട്ട് വളർന്നിട്ടുണ്ട് ക്യാരറ്റ്. പിന്നെ കുറച്ച് ഹാർവെസ്റ്റ് കാണാം. അപ്പോൾ ഇത്രയും ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിതിലിപ്പോൾ ഉദ്ദേശിച്ചത്. ഇത് ചെറിയ ഹാർവെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.